ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ചരിത്ര വഴിയിലൂടെ പോയി പല ശാസ്ത്രജ്ഞരുടെയും കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ മേന്മകളും പോരായ്മകളും പറഞ്ഞു. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിൻ്റെ ആവിർഭാവം എന്നാണ് പറയുന്നത്. മോസ്ലെ ആണ് ഇത് ആവിഷ്കരിക്കുന്നത്. അദ്ദേഹം ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രോഡീകരിച്ചു. ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചപ്പോൾ മെൻഡലീവിന് തെറ്റുപറ്റിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ മോസ്ലെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുകയും ഒരു നിയമം രൂപീകരിക്കുകയും ചെയ്തു. അതാണ് ആധുനിക പീരിയോഡിക് നിയമം. അതായത് മൂലകത്തിൻ്റെ ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. മോസ്ലെയുടെ പീരിയോഡിക് ടേബിളിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മെൻഡലീവിനെ പോലെ മോസ്ലെയും മൂലകങ്ങളെ ഗ്രൂപ്പുകളായും പിരീഡുകളായും തന്നെയാണ് ക്രമീകരിച്ചിരുന്നത്. ആദ്യമായി പിരീഡുകളെ നോക്കാം. ഫസ്റ്റ് പിരീഡ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, ദെൻ ലിഥിയം ടു നിയോൺ വരെ. എത്ര എലമെൻറ്റുകളുണ്ട്? അതെ, 8 എലമെൻറ്റുകൾ. മൂന്നാമത്തെ പീരീഡിലോ സോഡിയം മുതൽ ആർഗൺ വരെ. അങ്ങനെ എത്ര പീരീഡുകളുണ്ട്? ഗുഡ്, 7. എന്നാൽ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, ആ താഴെ കാണുന്ന മാറ്റി നിർത്തിയ മൂലകങ്ങൾ ഏത് പീരീഡിലാണെന്ന്. അത് പീരീഡുകളല്ല, അതിനെക്കുറിച്ച് നമ്മൾ പറയും. അടുത്തത് ഗ്രൂപ്പ്സ്. ആദ്യത്തെ ഗ്രൂപ്പ് നോക്കാം. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇങ്ങനെ 18 ഗ്രൂപ്പുകളുണ്ട്. മെൻഡലീവിൻ്റെ ടേബിളിൽ 8 ഗ്രൂപ്പായിരുന്നു, ഇവിടെ 18 ഗ്രൂപ്പുകൾ. ഇനി പീരിയോഡിക് ടേബിളിൽ ഒരു മൂലകത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് പറയുന്നത്? ഒരു ചിത്രം കാണാം. ഇതിൽ എന്തെല്ലാമാണുള്ളത്? മൂലകത്തിൻ്റെ പേര്, പ്രതീകം, ആറ്റോമിക് നമ്പർ ആൻഡ് ഇലക്ട്രോൺ വിന്യാസം. കാർബൺ ആണ് കൊടുത്തിട്ടുള്ളത്. ആറ്റോമിക് നമ്പർ 6, പ്രതീകം C ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം 2, 4. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പുകളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ സമാന സ്വഭാവങ്ങൾക്കനുസരിച്ചാണ് എന്ന്. എന്തായിരിക്കും കാരണം? ഈ പട്ടിക ഒന്ന് നോക്കൂ. ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറും ഇലക്ട്രോൺ വിന്യാസവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രോൺ വിന്യാസത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെ, ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോണാണ്. ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് അയോണിക ബന്ധനം വഴിയാണ് ഇവർ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി ലോഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ബെറിലിയത്തിൽ തുടങ്ങി റേഡിയത്തിൽ അവസാനിക്കുന്നു. ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. ഇവയെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നു. ഇവർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ മൂലകത്തിൻ്റെ രാസഗുണങ്ങൾക്കടിസ്ഥാനം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. 17ാം ഗ്രൂപ്പിലാണെങ്കിലോ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചാണ് അവർ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. മറ്റൊരു കാര്യം, 1ാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 1. 2ാം ഗ്രൂപ്പിലോ 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും ഗ്രൂപ്പ് നമ്പറും 1 തന്നെയാണ്. ഇനി 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ഒന്ന് നോക്കാം. 2ാം പീരീഡിലെ മൂലകങ്ങളാണ് കൊടുത്തത്. ശ്രദ്ധിക്കണേ, ഏതൊക്കെയാണ്? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ദെൻ ലാസ്റ്റ് നിയോൺ. ഇവയുടെ
ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പറും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ബന്ധം എന്താണ്? അതെ, അവ തമ്മിലുള്ള വ്യത്യാസം 10 ബോറോൺ ആണെങ്കിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 4, ഗ്രൂപ്പ് നമ്പർ 14, വ്യത്യാസം 10. വ്യക്തമായല്ലോ? എല്ലാം അങ്ങനെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഗ്രൂപ്പ് കണ്ടെത്തുന്നത് മനസ്സിലായല്ലോ. പിരീഡുകൾ കണ്ടെത്താനാവുമോ? തീർച്ചയായും. ഒരു പട്ടിക നോക്കൂ. 4 മൂലകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബെറിലിയം, സോഡിയം, കാൽസ്യം, അയഡിൻ. ഇലക്ട്രോൺ വിന്യാസവും ഷെൽ നമ്പറും തന്നിട്ടുണ്ട്. ഇനി പിരീഡ് നമ്പർ കണ്ടെത്തണം. നോക്കൂ, ബെറിലിയം ഏത് പിരീഡാണ്? സെക്കൻഡ്. സോഡിയമോ? തേർഡ്. ദെൻ കാൽസ്യം 4. അയഡിൻ ആണെങ്കിൽ 5ാമത്തെ പിരീഡാണ്. ഇതിൽ ഷെല്ലുകളുടെ എണ്ണവും പിരീഡ് നമ്പറും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്, സെയിം ആണ്. അപ്പോൾ ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പിരീഡ് നമ്പറും തുല്യമാണ്. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തിയാൽ ഗ്രൂപ്പും പിരീഡും നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു 18 ഗ്രൂപ്പുകളുണ്ടെന്ന്. അവ ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. 1ാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ മുഴുവനായി സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. 13 മുതൽ 18 വരെ അവയുടെ ഗ്രൂപ്പിലെ ആദ്യത്തെ മൂലകത്തിൻ്റെ പേരിൽ കുടുംബമെന്ന് ചേർത്താണ് അറിയപ്പെടുന്നത്. 13ാമത്തെ ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ കുടുംബം, 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം, 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം, 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലോജനുകളെന്നും 18ാമത്തെ ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങളെന്നും അറിയപ്പെടുന്നു. നമ്മൾക്ക് സംക്രമണ മൂലകങ്ങളെ മാറ്റി നിർത്തി 1, 2, ദെൻ 13 മുതൽ 16 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ ഒന്നെടുക്കാം. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, 2, 13 മുതൽ 18 വരെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നു. ഇവയിൽ ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇവയിലെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് നോക്കൂ. ബാഹ്യതമ ഷെല്ലിലെ 1 മുതൽ 8 വരെ അല്ലേ, ഒരു തുടർച്ചയുണ്ട്. ഇതുള്ളത് കൊണ്ട് 1, 2, 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ നമ്മൾ പൊതുവെ പ്രാതിനിധ്യ മൂലകങ്ങൾ, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഏതാണ് അവസാനത്തെ ഗ്രൂപ്പ്? യെസ്, 18ാമത്തെ ഗ്രൂപ്പ്. ഇവയെ നമ്മൾ ഉത്കൃഷ്ടവാതകങ്ങളെന്ന് പറയുന്നു. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തതിനാൽ അലസവാതകങ്ങളെന്നും നമ്മൾ പറയാറുണ്ട്. പിന്നെ വളരെ കുറഞ്ഞ അളവിലായതിനാൽ അപൂർവവാതകങ്ങളെന്നും നമ്മൾ പറയാറുണ്ട്. ഉത്കൃഷ്ടവാതകങ്ങളെല്ലാം ഏക ആറ്റോമിക് തന്മാത്രകളാണ് എന്നുകൂടെ ഓർത്ത് വെക്കുക. ഇവയിൽ ഹീലിയം കാലാവസ്ഥാ ബലൂണിൽ ഉപയോഗിക്കുന്നു, നിയോൺ ബൾബുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉത്കൃഷ്ടവാതകങ്ങളുടെ ഉപയോഗങ്ങളാണ്. ഇനി പറയാനുള്ളത് 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ്. അവയെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിച്ചിരുന്നു. ഇവയെല്ലാം ലോഹങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, സംക്രമണ മൂലകങ്ങളെല്ലാം നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഗ്രൂപ്പുകളിൽ മൂലകങ്ങൾ സമാനതകൾ കാണിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പുകളിലും പിരീഡുകളിലും സമാനതകൾ കാണിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി പറയാനുള്ളത്, നമ്മൾ പിരീഡുകൾ എണ്ണിയപ്പോൾ 7 പിരീഡുകളെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 2 കോളങ്ങൾ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ അടിയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ 6ാമത്തെ പിരീഡിലെ ലന്താനം എന്ന മൂലകം കണ്ടോ നിങ്ങൾ? എന്നാൽ അതിനുശേഷം വരുന്ന ഹാഫ്നിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്?
73. ലന്ധാനത്തിന് ശേഷമുള്ള 14 മൂലകങ്ങളെയാണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ 7ാമത്തെ പീരീഡിലെ ആക്ടീനിയത്തിന് ശേഷം വരുന്ന 103 വരെയുള്ള മൂലകങ്ങൾ താഴെ അടുത്ത കോളത്തിലായി ക്രമീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ താഴെ കൊടുത്തിട്ടുള്ള 14 വീതം മൂലകങ്ങളെ അന്തസംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ 6ാമത്തെ പീരീഡിൽ 57 മുതൽ 71 വരെ ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളെയും 7ാമത്തെ പീരീഡിൽ 89 മുതൽ 103 വരെ ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളെയും അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. 6ാമത്തെ പീരീഡിൽ വരുന്ന ലന്ധാനം മുതൽ ലുട്ടീഷ്യം വരെ വരുന്ന മൂലകങ്ങളെ ലാന്തനോയിഡുകളെന്നും അതുപോലെ 7ാമത്തെ പീരീഡിൽ ആക്ടീനിയം മുതൽ ലൗറൻഷ്യം വരെ വരുന്ന മൂലകങ്ങളെ ആക്റ്റിനോയിഡുകളെന്നും പറയുന്നു. ഇവയ്ക്ക് പ്രത്യേകമായൊരു സ്ഥാനമാണ് പീരിയോഡിക് ടേബിളിൽ നൽകിയിരിക്കുന്നത്. റെഡിയല്ലേ? ഒരു കാര്യം കൂടെ, ലാന്തനോയിഡുകൾ റെയർ എർത്ത്സ് എന്നും അതേപോലെ ആക്റ്റിനോയിഡുകളിൽ യുറാനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ മനുഷ്യനിർമ്മിതവുമാണ്. സോ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ ഭാഗത്തുകൂടെ ഒന്ന് കടന്നു പോവുക. മനസ്സിലായെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ചോദ്യം 1. ആധുനിക പീരിയോഡിക് നിയമം പ്രസ്താവിക്കുക. ഉത്തരം: ഇംഗ്ലീഷ് ഭൗതികശാസ്ത്രജ്ഞനായ ഹെൻറി മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക് മാസിനെയല്ല അറ്റോമിക് നമ്പറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് തെളിയിച്ചു. ഇതിനനുസരിച്ച് മെൻഡലിയേവിൻ്റെ പീരിയോഡിക് നിയമവും തുടർന്ന് പീരിയോഡിക് ടേബിളും പരിഷ്കരിക്കപ്പെട്ടു. തുടർന്ന് അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ച് ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകി. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് ആധുനിക പീരിയോഡിക് നിയമം. ചോദ്യം 2. ആധുനിക പീരിയോഡിക് ടേബിൾ വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിട്ടുള്ളവ കണ്ടെത്തുക. എ. ആകെ പീരീഡുകളുടെ എണ്ണം. ബി. ഏറ്റവും ചെറിയ പീരീഡ്. സി. 3ാം പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം. ഡി. ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം. ഉത്തരം: എ 7, ബി 1, സി 8, ഡി 18. ചോദ്യം 3. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം: കൂടുന്നു. ചോദ്യം 4. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നതിന് കാരണമെന്ത്? ഉത്തരം: പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ബാഹ്യതമ ഇലക്ട്രോണുകളുടെ മേലുള്ള ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു. ചോദ്യം 5. അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? ഉത്തരം: ഇല്ല. ചോദ്യം 6. പീരിയോഡിക് ടേബിളിൽ ചെറിയ ആറ്റം ഏത്? ഉത്തരം: ഹൈഡ്രജൻ. ചോദ്യം 7. ഗ്രൂപ്പിൽ താഴോട്ടു പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പത്തിൽ എന്ത് സംഭവിക്കുന്നു? ഉത്തരം: വലുപ്പം കൂടുന്നു. ചോദ്യം 8. ഗ്രൂപ്പിൽ താഴോട്ടു പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ഇതിൻ്റെ കാരണമെന്ത്? ഉത്തരം: ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ടു പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ചോദ്യം 9. 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഉത്തരം: 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ.